ടാക്കോയ് താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. അഫിയെ ടാക്കോയൊക്കെ പേര് മാറ്റിയാണ്ട് അഫീഫ് തന്നെ ആയിക്കോ, അതന്നെ നല്ലത്. എന്തായാലും ഒരു കംബാക്ക് ഉണ്ട് നാളെ ഗൈസ്. നാളെ മിക്കവാറും ഞാൻ കാസ്ട്രോന്റെ കൂടെ ഫിഫ ഒരു മാച്ച് ഉണ്ടാവും. ഞാനും കാസ്ട്രോ ആയിട്ടൊരു മാച്ച് ഉണ്ടാവും. ദിൽഷാ ബ്രോ താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. കാസ്ട്രോക്ക് ഇന്ന് മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ അപ്പോൾ ഒന്ന് കാസ്ട്രോ ലൈവ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞു. പിന്നെ എന്തൊന്ന് വാറുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് കാസ്ട്രോനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ കേട്ടോ. ഞാൻ കാസ്ട്രോക്ക് നാളെ ഫ്രീയാണോ അറിയില്ല, ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. അപ്പം നാളത്തെ അവസ്ഥ ഞാൻ നാളെ അറിയുള്ളൂ. പിന്നെ അത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കണ്ട. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. 7up ലോഡിങ്ങാ. കാസ്ട്രോ പ്രോ ആണ്. എടാ അപ്പൊ ഞാൻ പ്രോ അല്ലേ? എടാ എന്താ നിങ്ങൾ അങ്ങനെ പറയണേ? എന്നൊക്കെ ഇന്നൊരു വില അല്ല കേട്ടോ വന്ന് ബ്രോ. ഞാനേ ഇതില് കേറി ഇപ്പം അങ്ങോട്ട് കേറിയിട്ടുള്ളൂ. മറ്റെന്താ വെച്ചാല് എനിക്ക് ഇത് ഓണാക്കണടാ. DNS അല്ല, എന്താണ് അതിന് പറയാ, വാർപ്പ് ഓണാക്കാതെ എനിക്ക് ഇതാക്കാൻ കഴിയൂല. അതാ പ്രശ്നം. വാർപ്പ് ഓണാക്കാതെ എനിക്ക് സിറ്റി കയറാൻ പറ്റുന്നില്ല. വാർപ്പ് ഓണാക്കുമ്പോൾ പിന്നെ ഇനി ഇത് കത്തണ്ട എടുത്തിട്ട് ഞാൻ ഇതാക്കി AFK കയറാൻ എൻ്റെ ആക്ടിവിറ്റി എടുത്തൊക്കെ ഞാൻ ഇപ്പോഴാണ് ചുമ്മാ കയറുന്നത്. ഇത് RG7 ആക്കാത്ത എന്താ കൈസ് ഇവിടെ മേലെ? കഷ്ടാന്ന്. ഉണ്ടോ? ദിസ് വെഹിക്കിൾ ഈസ് നോട്ട് ഇൻ ദ ഗാരേജോ? അതെന്താ? DC നോക്കാം കൈസ്, DC നോക്കാം. ഞാൻ വണ്ടി ഒന്നും എടുത്ത് ഒരു മൂലൊക്കെ പോയി നിൽക്കട്ടെ. ഇവിടെയൊക്കെ PL ആണ്. ലോകത്ത് എവിടെ ഇല്ലാത്ത PL ആണ് ഇവിടെയൊക്കെ. എൻ്റെ വിഷൻ എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അതെന്താണെന്നോ. ഇവിടെ നിന്നൊക്കെ പോവാന്നല്ലേ, നാട് വിട്ട് പോവാ, മനസ്സിലായോ? എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് DC നോക്കാം. 5-6 മിനിറ്റ് DC നോക്കിയിട്ട് തിരിച്ച് സിറ്റി തന്നെ കയറാം. അതല്ലേ DC. അയ്യോ എല്ലാം വള്ളിക്കെട്ടുകളാണെന്നല്ലോ. എടാ എന്തിനാടാ ഇന്നിങ്ങ കളിയാക്കണ നിങ്ങള്? PC4 നോക്കിയ ലീക്കടോ? ലീക്കാകാം മണ്ട. നമ്മളെ ഗ്യാങ് ഹൗസ് ആയിരുന്നത്, പണ്ടത്തെ ഗ്യാങ് ഹൗസ്. അതെന്ന് ചുമ്മാ ഒരു മീറ്റിങ്ങിന് പോയി കണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ. അത് വേറൊരു ആവശ്യത്തിന് പോയതിന്, ടെമ്പററി ഗ്യാങ് ഹൗസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പോയതാ. അത് ഓൾഡ് GH ഗൈസ്. മണ്ടന്മാരാവില്ല. ഞാൻ അത് അപ്പോത്തിന് കട്ട് ചെയ്ത് താലിബാൻക്ക് വരെ ന്യൂസ് കൊടുക്കും. അങ്ങനത്തെ ടീം അവിടെ ഇരിക്കണേ എനിക്കറിയാം. നോക്കി കണ്ട് ഇവിടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ന്യൂസൊക്കെ എവിടെല്ലാം എത്തുന്നത് എനിക്കറിയില്ല. രാജീവ്സ് കള്ളാട്ടാ ഇത്. ഈ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില്. കുറച്ചല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി കാണുന്നുണ്ട്. നോക്കിയ ഡിസേർവ് PC. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ പറയല്ലേ. നമ്മളിപ്പം സ്റ്റാർട്ടിങ് തൊട്ട് വന്നതിൽ മാത്രമല്ല, ഇപ്പം നമുക്ക് അർജൻറ്റായിട്ട് റെഡിയാക്കി കൊടുക്കേണ്ട ആൾക്കാരും നമ്മളിപ്പം ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ഗൈസ്. ചാടി കയറി എടുത്തുകൊണ്ട് തീരുമാനമാക്കണ്ടല്ലോ. ഞാൻ ഇതിപ്പോൾ മിഞ്ഞാന്നിൻ്റെ ലൈവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എല്ലാവർക്കും എല്ലാത്തിനും എല്ലാതിൻ്റെതായ ടൈമുണ്ട്, മനസ്സിലായോ? നിങ്ങൾ കുറച്ച് ആൾക്കാർ PC കൊടുക്ക്, ഫോൺ കൊടുക്കുക അറിയണ മാതിരി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സമയമാകുമ്പോൾ എല്ലാവർക്കും കിട്ടും. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കൊടുക്കും. അത് ഇപ്പം നിലവിൽ 6 ആൾക്കാർക്ക് PC കൊടുക്കണില്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5-6 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു 6 PC സെറ്റാക്കണത്. ആദ്യം ആർക്കും നമ്മൾ ആർക്കും വാങ്ങിക്കൊടുത്തില്ല. അപ്പം ടൈമുണ്ട്. ഇതിപ്പം നാളെ മറ്റന്നാൾ ഷട്ടറിട്ട് പോകണമെന്നില്ലല്ലോ ഇവിടെ. അപ്പം നോക്കാം. ഇപ്പം പോകെ ചെയ്ത് കൊടുക്കുക. അല്ലാതെ എല്ലാവർക്കും വലിച്ചു വാരി വാങ്ങിക്കൊടുക്കുക, അതിനൊക്കെ പൈസക്ക് ചിലവുണ്ട്. ചില്ലറ എമൗണ്ടാന്ന് വിചാരം 6 PC റെഡിയാക്കാൻ ഏകദേശം 580 സംതിങ് വരുന്നുണ്ട്. അത് ഗ്രാഫിക് കാർഡ് ഇല്ലാതെ, GPU ഇല്ലാതെയാണ് ആ റേറ്റ്. GPU കൂടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ 6 PCക്ക് എത്ര എമൗണ്ട് വരുന്ന എഴുതിയിട്ട് ഞങ്ങൾ എന്തല്ല
വേണ്ട, ഇനി തമിഴ്നാട്ടിൽ പോകാൻ പറ്റാതാവും. ഇതൊക്കെ ഏതേ കുഞ്ഞി അതോലോക്കെ കയറും ചിലപ്പോ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ബോർഡർ കഴിയുമ്പോ വെട്ട് വരും, ഉണ്ടാക്കതല്ലേ. അലൻ ഡിസേർവിങ് അറിയാം. അലൻ അതിനെന്താ വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് എടുത്തു. അവന് കുറച്ച് പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവന് ഇടക്കിടക്ക് ബ്രേക്ക് ആവുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതാ പിന്നെ നമ്മളത് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് നോക്കാം. നമുക്ക് നോക്കിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവണ്ട, മനസ്സിലായോ? ഇത് കഴിഞ്ഞില്ലേ ഇതിന്റെ ഈ റീല്? എനിക്കിത് കാണാൻ ബെജ്ജ മുത്ത. ഇത് എത്രാമത്തെ വട്ടാണ് ഈ വീഡിയോ കാണാനറിയോ, ഇങ്ങനത്തെ വീഡിയോ? എന്താ ഞാൻ ഇന്ത്യയിൽ ഊക്കണ സാധനങ്ങൾ മാത്രം എങ്ങനെ വരുന്നേ? ഞാൻ അത് ആലോചിച്ചു. കണ്ടോ, ഇതൊക്കെ ഒന്ന് ചുമരുമ്പോ ഒന്ന് ഇങ്ങനെ ചാരി നിന്നിട്ടുണ്ടല്ലോ, അടിയിന്ന് ഇങ്ങനെ അളക്കുക സ്കെയിലോണ്ട് എത്ര ഉണ്ട് എന്നുള്ളത്. രാവിലെ 20 രൂപ നോട്ട്, 20 രൂപ ഗാന്ധിത്തലയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഗാന്ധിജി ആരാന്നറിയോ? ഫാദർ ഓഫ് ദി നേഷൻ. ദിനേശന്റെ ഫാദറാണ്. ഇപ്പോ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിടല്ലോ. ഈ ചാർലിക്ക് ഉണ്ട് ഇതേമാതിരി ഓരോ സാധനം ഇന്ത്യക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാക്കണ പണി. ഒരു ദിവസം പിടിച്ച് ഫിറ്റാക്കി മൈരന്മാര് സാധനം ഇന്ത്യക്ക് മേലാക്കരുത് പറഞ്ഞേന്. ഭൂമിയാണത്. അതിൽ ലയിച്ചിട്ടാ പാടണം കേട്ടോ. മിക്കവാറും ഭൂമി ആവാൻ ചാൻസ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ടിക്കാച്ചി. ആര്? ഉസ്മാനാണത്? ഉസ്മാനാ? ഗാങ് ഫോർ റൈറ്റ് ഔട്ട് ഓഫ് കൊള്ള. പക്ഷെ ഇങ്ങനത്തെ ഒന്നും വരൂലടാ മാക്ക് നൗഡേയ്സ്. പെയ്ഡാ മാക്കിന്റെ പെയ്ഡായിരിക്കും, എനിക്കറിയാം. അയ്യേ, മാക്കെന്താ TDMല് കൈകൊണ്ടല്ലേ അടിക്കുന്ന? മാക്കിന്റെ വേറൊരു സാധനം ഉണ്ട്. വീണതല്ലേ നീ കണ്ടുള്ളൂ, വീട് കഴിഞ്ഞിട്ടുള്ളത് നീ കണ്ടില്ലല്ലോ പറഞ്ഞല്ലേ. അതേമാതിരി ഇപ്പൊ അടിച്ചനല്ലേ കാണുള്ളൂ, അടിച്ച് കഴിഞ്ഞിട്ട് വിഗണത് ആരും കാട്ടി തരില്ല. ഇത് സ്റ്റാർട്ടിങ്ങിൽ 2-3 വട്ടമൊക്കെ വിഗണേ കാട്ടി തരുള്ളൂ. പക്ഷെ ഇതിന് അടിയിലാറെ വീഴ്ചക്കാരം, കുറച്ചേ അടി ഉണ്ടാവുള്ളൂ. ആ ഉള്ള അടി മാക്സിമം എഡിറ്റ് ആക്കും. അതാണ് മാക്കിന്റെ പവർ, മനസ്സിലായ? സുബാർ ഇതാട്ടാ മാക്കൊക്കെ നന്നായി കളിക്കും. ഇതെന്താ എക്സ്പോസ്ഡ് ബോട്ട് അടിക്കുമ്പോൾ മിനിമം 20 ബോട്ടെങ്കിലും അടിക്കണ്ടേ? ഇതെന്താ മിനിമം 20 ബോട്ട്? ഇതെന്താ? പരന്തുവാസു മീഡിയ RNG ക്രൂ. ഇതെന്താടാ പൊന്നു മക്കളെ, ദയവ് ചെയ്ത് അടുത്ത കോൺട്രവേഴ്സി പിടിക്കല്ലേ. നമ്മളെ കാര്യങ്ങളായിട്ട് പോവാം. RG7 ക്രൂ ഇത് എനിക്ക് തോന്നുന്നത് ഈഗോന്റെ പേജാണ് തോന്നുന്നുണ്ട്. ഈഗോ ആവശ്യമില്ലാത്ത വള്ളി പോയി പിടിക്കണ്ട, മനസ്സിലായ? തുടങ്ങുന്നുണ്ട് ഈഗോക്കാരെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക മിക്കവാറും. It's fourth time I am sending this on Discord, don't miss it. സ്വാമിയാ? അല്ല, ഈ ബ്ലൂ എല്ലാം പറഞ്ഞു തരുമോ? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രൗസർ ഇട്ടോടി തുണീന്റെ ഉള്ളില്, അത് ആവശ്യമില്ല. ഡാന് ചില സമയത്ത് ഭയങ്കര കൗണ്ടർ. നമ്മൾ ഇത്ര നേരം ഇവിടെ എല്ലാരും ഇരുന്നിട്ട് ഞങ്ങൾ മുഖത്തേക്കല്ലടാ ഡാനി നോക്കി. നീ എന്തിനാ അതിലെ മറ്റേ ഇത് നോക്കണം, ബൈനോക്കുലർ വെച്ച് നോക്കണം എന്തിനാ? അതല്ല ശരിക്കും ഈ തീജ്വാലക്കും ഒരു കഥ പറയാണ്ട് പറഞ്ഞപ്പോ ഞാൻ നോക്കിയതാ.
അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. ആർപ്പിക്കറ എനിക്കിന്റെ പേടി അത് ഇപ്പം എക്സിറ്റ് ആവുമെന്നുള്ള. എന്തോ പറഞ്ഞു ആ പുള്ളി, പുള്ളി ഈ മാക്ക് എന്ന് പറയുന്ന പുള്ളി എന്തോ ഒരു മന്ത്രം എന്നുള്ള കേക്കട്ടെ. കൂട്ടരേന്നാണോ? ഭൂമി വീഡിയോ ഇത് സ്കിപ്പാക്ക്. എന്തോ കൂട്ട ഭൂമി വീഡിയോ എന്താ അതാണോ? ഭൂമിയിൽ ഇന്നലെ നമ്മളൊന്നും വേണ്ട ഷെയ്ക്കിനിപ്പോ. ഷെയ്ക്കിന് പുതിയ ആൾക്കാരൊക്കെ മതി. ഇവളല്ലേ കൊമ്പന്റെ കൂടെ പോയത്? ഫുൾ വീഡിയോ എന്താ ഫുൾ വീഡിയോ? പോലും നമ്മളെ വേണ്ട. പുതിയ ആൾക്കാരൊക്കെ ബ്ലേക്കും ബിലാലും ഇതിന്റെ അടിയിൽ എന്തോ ഒരു ട്യൂണിങ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിടിക്കട്ടി വരും ബ്ലേക്കിന് ബിലാലിന്. നോ പറഞ്ഞാ സുനു വിളിക്കും. ഫോട്ടോ സൈലന്റ് ആക്കി കേട്ടോ. വെയിറ്റ് ആക്കി ഇത് കൊറേ ആൾക്കാർ എനിക്ക് സജഷൻ തരുന്നുണ്ടാടാ. ഗ്രിഗറി നോക്കാം നമുക്ക്. നമ്മൾ ചാടി കയറിയപ്പോൾ ആരും അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ എടുത്തു കൂട്ടണ്ടെന്ന് എഴുതിയിട്ട് നമുക്ക് വരുന്നുണ്ട്. കുറേ സജഷൻസ് വരുന്നുണ്ട്. എക്സലാൻഡീസിലെ കുറേ ആൾക്കാരെ കുറേ പേര് വരുന്നുണ്ട്. നോക്കാം നമുക്ക്. കൊള്ളാം. Ayer Lionel Messi marcó 2 goles. Mbappé, no, Haaland. ഇതിനൊക്കെയുള്ള മറുപടി ഇത് കഴിഞ്ഞിട്ട് ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയോ? ട്രൈ ആക്കാം. പരിഹാരം നിങ്ങളുടെ കൈകളിലുണ്ട്. ഇതിനായി 3 കടുകുമണി മാത്രം മതി. വൈകുന്നേരം 3 കടുകുമണികൾ കർപ്പൂരത്തോടൊപ്പം കത്തിക്കുക. ശത്രുദോഷം പമ്പ കടക്കും. ഉപകാരപ്പെട്ടെങ്കിൽ ശരിയാ. ഇത് ട്രൈ ചെയ്യേണ്ട ടൈം അയക്കണ് ആക്ച്വലി നമ്മള്. കാരണം കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കണത്. നല്ല കണ്ണേറുണ്ടടാ. ആരോ നല്ലൊരു മുട്ട ആരോ ഉയിഞ്ഞു വെച്ചിക്കണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തന്മാരെ കുറച്ച് പരിപാടി ആർക്കോ ഉണ്ട്. ചാത്തൻ കുട്ടികൾ പിന്നാലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പല ഭാഗത്തുനിന്ന് പല രീതിയിൽ അക്കൗണ്ട് പോണ് വരുന്നത്. ഇൻസ്റ്റഗ്രാം ഒക്കെ പോവുക ഡിസേബിൾഡ് ആവും. അപ്പോത്തിന് പിന്നെയും വരും. നമ്മ വന്നിട്ട് പറയാം. അപ്പൊ വരുമ്പോത്തിന് നമ്മളെ സ്റ്റോറി വന്നു എന്ന് പറഞ്ഞ സ്റ്റോറി ഇടാൻ നോക്കുമ്പോത്തിന് നമ്മ പോയി. അങ്ങനെ തന്നെ പോകും ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഇസ്മായിൽ വീഡിയോ എന്താണ്? ഷെമീറൊന്നും അല്ലടാ. ഷെമീറിന്റെ അക്കൗണ്ടൊക്കെ പോകുന്നില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ? തൊപ്പിന്റെ അക്കൗണ്ടും പോയില്ലേ? തൊപ്പിന്റെ എന്തല്ലോ പോയി പറഞ്ഞു. ഇൻസ്റ്റഗ്രാം ഒക്കെ പോയില്ലേ? അമ്മ ആരും പറയണ്ട. ആരൊക്കെ ഉണ്ടടാ. ഞാൻ പറഞ്ഞില്ലേ ഒരു ചാത്തൻ കുട്ടികളുണ്ട് ബാക്കില്. പോടാ വെറുതെ ഓരോ പേര് കൊണ്ടെന്ന് കണ്ടതില്ല. ആവറേജ് റൊണാൾഡോ ഫാൻ റൈറ്റ് നൗ. ഇനി അടിക്കടാ. Let's go baby. സന്തോഷം നോക്കടാ. എൽ ഗോളോ ഉടനാറി കണ്ടിട്ട് കൊടുത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അത് ആർക്കാടാ അതിലെ ഹാപ്പിനെസ് ഇല്ലാക്കുക. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ടൈമിലാണ് ക്രിസ്ത്യാനോന്റെ ആ ഗോള്. മനസ്സിലായ? നമ്മള് മെസ്സി അടിച്ചു, ആദ്യത്തെ കളി സമനിലയായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ക്രിസ്ത്യാനോന്റെ 2 ഗോള്. അതാണ് മറുപടി. മനസ്സിലായോ? അറിയാതിരിക്കാൻ അത്ര ചെറിയ പ്ലെയറും അല്ല, അറിയപ്പെടുന്ന അത്ര വലിയ പ്ലെയറും അല്ല. ബട്ട് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അറിയാതിരിക്കാൻ അത്ര ചെറിയ പ്ലെയറും അല്ല, അറിയപ്പെടുന്ന അത്ര വലിയ പ്ലെയറും അല്ല. ബട്ട് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ്. മീഡിയം എന്നാണോ പറഞ്ഞത്? ബെൻസ് കാറ് പോയെങ്കിൽ നമ്മളൊരു പോർഷയാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഈ മാക്ക് പുണ്ടച്ചിനെ കൊണ്ട് ഞാൻ കൊടുങ്ങും. ലൈവിലിരുന്ന് ഓരോന്ന് പറയും. എന്നിട്ട് നിങ്ങളെന്താവും? ലോകത്തെവിടെ ഇല്ലാത്ത മനക്കോട്ട കിട്ടും. എന്തിനതിൻ്റെ ആവശ്യം? വെയിറ്റ് ചെയ്യുക. ഗ്യാങ് ഫോമൊക്കെ ആയി റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടാൽ പോരെ ആരാണെന്നുണ്ടെങ്കിലോ. നിങ്ങൾക്കത് അത്ര OP ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലോ? മാക്ക് ഒഫീഷ്യൽ ലീക്കർ സത്യം.
There is a player more dangerous than Cristiano Ronaldo. It's the Cristiano Ronaldo who didn't score in the previous match. Carlo Ancelotti. അതാരാ? തോന്നുന്നു എന്താ ഇത് കുരിശിന് മാലയിലിട്ട് വിചാരിച്ച് ഞാൻ ഒരു കുരിശല്ല എടുക്കാൻ പറ്റുന്നില്ല. മേഡം നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് കോമൺ ആയി തോന്നുന്നല്ലോ ഒരു കുരിശിന് മാലയിലിട്ട് കമ്മലല്ല കുരിശിന്റെ ഇട്ട് വന്നിട്ട് റയൽ കോച്ചോ? എന്നൊരു ആരോ വിളിക്കുന്നത് ഞാൻ ഒന്ന് എടുത്തു നോക്കട്ടെ. ഹലോ നോക്കൂ, ഇത് എവിടെ നീ? എന്നെ പോലീസ് കൊണ്ടുപോയി അറസ്റ്റഡ്. അതെ എന്നെ കഫ് ചെയ്ത് വെച്ചതാ. ഞാൻ ഇപ്പൊ തീരുമാനാക്കി ഇപ്പൊ വരാം. ഇങ്ങോട്ടിട്ടെ ഏതെങ്കിലും ഒന്ന് ഡാൻസ് എന്തെങ്കിലും ഇട്ടെ. ബ്രസീൽ കോച്ച് എനിക്കറിയില്ലടേ ആരാണ് ആൻസിലോട്ടി ഒന്നും. ഞമ്മ അങ്ങനെ പന്തളിമ അത്ര ഇരുന്ന് ഇതാവില്ല. ഇതൊക്കെ എന്താ അയ്യോ അതൊക്കെ ഒരു ടൈമിന്റെ മോനെ. ഇതൊക്കെ തലക്ക് പിടിച്ച സമയം നന്ന്. അത് മറ്റേ അടിയേനു കെവിൻ ടീം പാട് ഒരു ദിവസം വെരി ആർജിജാൻ റിക്രൂട്ടിങ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആർജിജാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് കൊള്ളാട്ടോ ഫോട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. ഇത് എനിക്ക് ഇഷ്ടമായി. ഇത് എനിക്ക് ലൈക്കായി മുത്തേ. ഇത് എനിക്ക് ലൈക്കായി. ഇതവിടെ സേവ് ചെയ്യാ. സേവ് ഇമേജ്. കൊള്ള ഇത് സിറ്റി കയറ. റേഡിയോ കയറട്ടെ മതിടാ. ഇനി എന്താന്ന് വെറുതെ DC-ലൊന്നും ഇല്ല പ്രത്യേകിച്ച്. 35 അല്ല 34 ഫുള്ള് കാണുന്ന എന്ത്? ഏതാണ് ഫുള്ള് കാണാൻ പറഞ്ഞത്? നോക്കിയന്റെ ആണോ? ഇതാണോ ഫുള്ള് കാണണം പറഞ്ഞേ? നോക്കിയന്റെ ആണോ? നോക്കിയന്റെ എന്തോ കൈ വന്നണ്ട ഇമോട്ടണ എന്താ ഇത്? അതെ എന്നെ കഫ് ചെയ്ത് വെച്ചതാ. ഞാൻ ഇപ്പൊ തീരുമാനാക്കി. സാർ ഒന്ന് ഇങ്ങോട്ടിട്ടെ ഏതെങ്കിലും ഒന്ന് ഡാൻസ് എന്തെങ്കിലും ഇട്ടെ. കൈ വന്നണ്ട ഇമോട്ടണ എന്താ ഇത്? സാർ ഫോൺ എടുത്തത്. പോലീസിനെ സാറേ ഇങ്ങളെന്ത് വീഡിയോ വൃത്തിയുടെ അടിക്കുന്ന ഒരു ഇത് അറിയാത്തൊന്നുമല്ലല്ലോ, അറിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുത്തതല്ലേ? അത് ബാക്കിയുള്ളവരെ നാണം കടത്തണം എന്നുള്ള മൈൻഡിലുള്ളവർ അങ്ങനെ ചെയ്യും. എടാ എന്റെ ആയുസിനെ നീ പോയണ്ട അങ്ങനെ ഇമോട്ടിട്ട് എന്നെ കാണിച്ചാലോ? നോക്കിയാ കള പുണ്ടച്ചു മോനെ. വെയിറ്റ് സിറ്റി കയറട്ടെ. ഇവനൊക്കെയാണ് നശിപ്പിക്കുന്നത്. ഹലോ ഗായ്സ്, ഹലോ സീനായോ? എടാ അത് അറിയാൻ പറ്റിയല്ലോ. കൊറേ POV കൊറേ നിക്കുന്നുണ്ടല്ലോ. അതിലറിയാതെ പറ്റിയല്ലേ? അതിലൊക്കെ ഇപ്പൊ എന്താ വേണ്ട.